സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ വരാറില്ലേ? ഈ വുഡ് ഹാവ് ബീൻ, വുഡ് ഹാവ് എപ്പോഴാ ശരിക്കും ഉപയോഗിക്കുക? അതുപോലെ തന്നെ ഹാഡ് ബീൻ, ഇവ തമ്മിലുള്ള വ്യത്യാസം. അതെ. അപ്പോ ഇന്ന് നമ്മൾ അതാണ് നോക്കുന്നത്. വെറുതെ റൂൾസ് പറയുന്നതിന് പകരം കുറേ ഉദാഹരണങ്ങളിലൂടെ. അതെ, എക്സാമ്പിൾസ് വെച്ച് പഠിക്കുമ്പോൾ അത് ഓർമ്മ നിൽക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പിന്നെ ഉപയോഗിക്കാനും പറ്റും. തീർച്ചയായും നമ്മുടെ ലക്ഷ്യം അതുതന്നെയാണ്. ഈ വാക്കുകൾ തമ്മിലുള്ള ആ ഒരു ചെറിയ വ്യത്യാസം അത് ഉദാഹരണങ്ങളിലൂടെ ഉറപ്പിക്കുക. അപ്പോൾ പിന്നെ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും നല്ല കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ജോഡി നോക്കാം അല്ലേ? വുഡ് ഹാവ് ബീൻ പിന്നെ വുഡ് ഹാവ്. ഈ വുഡ് ഹാവ് ബീൻ അത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നടക്കാത്ത ഒരു സാങ്കല്പിക അവസ്ഥയെപ്പറ്റി പറയാനാണല്ലേ? അതെ, ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ, കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയാൻ. ഉദാഹരണത്തിന്, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഐ വുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഒരു ഡോക്ടർ ആകുമായിരുന്നു. ആ ആവുക എന്ന അവസ്ഥ പക്ഷെ നടന്നില്ല. ട്രൂ, അതൊരവസ്ഥയാണ്. അതുപോലെ വേറൊന്ന്, ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ് ടു മീറ്റ് യു യെസ്റ്റർഡേ. ഇന്നലെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ നന്നായിരിക്കുക എന്നൊരു ഫീലിംഗ് അല്ലെങ്കിൽ അവസ്ഥ. റൈറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ ആണെങ്കിൽ വുഡ് ഹാവ് ബീൻ. കറക്റ്റ്. എന്നാൽ വുഡ് ഹാവോ? അതൊരു പ്രത്യേക പ്രവൃത്തിയെപ്പറ്റി പറയാനല്ലേ? ആക്ഷൻ. അതെ, ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഇവന്റ്, നടക്കാതെ പോയ ഒരു ക്രിയ, അതിലാണ് ഫോക്കസ്. ഉദാഹരണം നോക്കാം. ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദ പാർട്ടി ഐ വുഡ് ഹാവ് ഗോൺ. പാർട്ടി ഉണ്ടെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. പോകുക എന്ന പ്രവൃത്തി, ഗോൺ. അതുപോലെ ഷീ വുഡ് ഹാവ് കോൾഡ് യു ഇഫ് ഷീ ഹാഡ് യുവർ നമ്പർ. അവളുടെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അവൾ വിളിക്കുമായിരുന്നു. വിളിക്കുക എന്ന ആക്ഷൻ, കോൾഡ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണോ? ഒരു സാങ്കല്പിക അവസ്ഥയാണെങ്കിൽ വുഡ് ഹാവ് ബീൻ. അതെ. ഒരു സാങ്കല്പിക പ്രവൃത്തിയാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഗോൺ, കോൾഡ്, ഫിനിഷ്ഡ്, അങ്ങനെയുള്ള രൂപം. എക്സാക്ട്ലി, അതുതന്നെ. അതുകൊണ്ട് ഒരു സാധാരണ തെറ്റു വരാറുണ്ട്. ഐ വുഡ് ഹാവ് ബീൻ ഫിനിഷ്ഡ് ദ ഹോംവർക്ക് എന്ന് ചിലർ പറയും. അത് ശരിയല്ല. ശരിയല്ല. കാരണം ഫിനിഷ് ചെയ്യുക എന്നത് ഒരു പ്രവൃത്തിയാണ്, അവസ്ഥയല്ല. അപ്പോ ഐ വുഡ് ഹാവ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക് എന്ന് പറയുന്നതാണ് വെരി കറക്റ്റ്. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലായി. റൈറ്റ്. ഇനി അടുത്തതിലേക്ക് പോകാം. ഹാഡ് ബീൻ. ഇവിടെയും ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. ഹാഡ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഹാഡ് കൂടെ ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് ഹാഡ് ഫിനിഷ്ഡ്, ഹാഡ് നോൺ എന്നൊക്കെ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂതകാലത്തിൽ രണ്ട് കാര്യങ്ങൾ നടന്നുവെന്ന് വയ്ക്കുക. അതിൽ ആദ്യം നടന്ന പൂർത്തിയായ ഒരു കാര്യത്തെ കാണിക്കാനാണ്. ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ. മറ്റൊന്നിനു മുൻപ് കഴിഞ്ഞു എന്ന് പറയാൻ. അതെ. ഉദാഹരണത്തിന്, ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. ടീച്ചർ വരുന്നതിനു മുൻപ് ഞാൻ ഹോംവർക്ക് ചെയ്തു തീർത്തിരുന്നു. ആ പ്രവൃത്തി അവിടെ കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. പൂർത്തിയായ പ്രവൃത്തിക്ക് ഹാഡ്. മറ്റേ ഉദാഹരണം, ഇഫ് വി ഹാഡ് നോൺ അബൌട്ട് ദ മീറ്റിംഗ് വി വുഡ് ഹാവ് അറ്റൻഡഡ്. മീറ്റിംഗിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പങ്കെടുത്തേന്. ആ അറിയുക എന്ന പ്രവൃത്തി, അറിവ് മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ എന്നർത്ഥം. ട്രൂ. അവിടെ ഹാഡ് നോൺ. ഇനി ഹാഡ് ബീനോ, അത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂതകാലത്തിലെ ഒരു പ്രത്യേക പോയിന്റിനു മുൻപ് നിലനിന്നിരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ്. സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു തുടർന്നുകൊണ്ടിരുന്ന സാഹചര്യം, ഒരു ഓൺഗോയിങ് സിറ്റുവേഷൻ. ആഹാ, അതായത് ഒരു ഒറ്റ പ്രവൃത്തിയല്ല, കുറച്ചുകാലം നീണ്ടു നിന്നൊന്നാണോ? അതെ, ഒരു ഡ്യൂറേഷൻ അതിലുണ്ടാവാം. ആ ഒരു അവസ്ഥയുടെയോ സാഹചര്യത്തിൻ്റെയോ ദൈർഘ്യം കാണിക്കാൻ. ഉദാഹരണം നോക്കൂ. ഐ ഹാഡ് ബീൻ ടയേർഡ് ബിഫോർ ദ പാർട്ടി സ്റ്റാർട്ടഡ്. പാർട്ടി തുടങ്ങുന്നതിന് മുൻപേ ഞാൻ ക്ഷീണിതനായിരുന്നു. ആ ക്ഷീണം കുറച്ചു നേരമായിട്ടുണ്ടായിരുന്നു. അതൊരവസ്ഥയാണ്. ഓക്കെ, ഹാഡ് ടയേർഡ് എന്നല്ല, ഹാഡ് ബീൻ ടയേർഡ്. ശരി. അതെ, കാരണം അതൊരവസ്ഥയാണ്, സ്റ്റേറ്റ്. മനസ്സിലായി. അതുപോലെ ഷീ ഹാഡ് ബീൻ വർക്കിംഗ് അറ്റ് ദ കമ്പനി ഫോർ ഇയേഴ്സ് ബിഫോർ ഷി ക്വിറ്റ്. അവൾ രാജിവെക്കുന്നതിനു മുൻപ് വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അതൊരു നീണ്ട കാലത്തെ സാഹചര്യം. കറക്റ്റ്, ഒരു ഓൺഗോയിങ് സിറ്റുവേഷൻ. അപ്പോ വ്യത്യാസം ഒന്നുകൂടി ഉറപ്പിക്കാൻ, പൂർത്തിയായ ഒരു ആക്ഷൻ ആണെങ്കിൽ ഹാഡ്,
ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓൺഗോയിങ് സിറ്റുവേഷൻ ആണെങ്കിൽ ഹാഡ് ബീൻ. അത് തന്നെ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഐ ഹാഡ് ടയേർഡ് എന്ന് പറയുന്നത് ശരിയല്ല. ഐ ഹാഡ് ബീൻ ടയേർഡ് എന്നാണ് വേണ്ടത്. അതെ, വെരി കറക്റ്റ്. റൈറ്റ്. അപ്പോൾ ഈ രണ്ട് ജോഡി വാക്കുകൾ നമ്മൾ നോക്കിയപ്പോൾ പ്രധാന വ്യത്യാസം എന്താണ്? നമ്മളൊരു അവസ്ഥയെക്കുറിച്ചാണോ അതോ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണോ പറയുന്നത് എന്നതിലാണ് കാര്യം, അല്ലേ? അതെ, ശരിക്കും അതാണ് പോയിന്റ്. സ്റ്റേറ്റ് ഓർ ആക്ഷൻ. ഈ ഒരു വ്യത്യാസം മനസ്സിൽ വെച്ചാൽ മതി. നിയമങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഈ ഉദാഹരണങ്ങൾ ഓർക്കുന്നത് അതാണ് എളുപ്പം. തീർച്ചയായും. എക്സാമ്പിൾസ് ആണ് എപ്പോഴും നല്ലത്. ഈ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ സംസാരവും എഴുത്തും അത് കുറച്ചുകൂടി പോളിഷ്ഡ് ആവും, കൂടുതൽ കൃത്യമാവും. ശരിയാണ്.